എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ലോ, നമ്മൾ എന്താണ് കാണുന്നത്? അക്ഷയ തൃതീയ ദിനത്തില് 10 പവൻ വാങ്ങിയാല് സ്വർണ്ണ നാണയം ഫ്രീയാ. ഏതാണപ്പാ ജ്വല്ലറി? ഓ, ലൊടക്കാസ് ജ്വല്ലറി. എന്തിനാ ഉമ്മ വെറുതെ കിനാവ് കാണുന്നത്? 3 ലക്ഷം ഉറുപ്പ്യ വേണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. ആ താഴത്തെ നബീസാന്റെ പുയ്യാപ്പള ഓക്ക് ഇട്ട് കൊടുത്തത് 5 പവന്റെ ഒരു പുതിയ മാലയാ. ആർക്കാണ്ടി മാല വേണ്ടത്? ഞമ്മക്കാ. എന്താ വാങ്ങിത്തരോ നിങ്ങള്? ആ, എനിക്ക് നൊസാണ്. സ്വർണത്തിന്റെ പോക്കാൻ കറണോ കൂട്ടിയാ കൂടൂല മോളെ. കൂടൂല? നിങ്ങക്ക് ഒന്നിനും കഴിയൂല, അത് പറ. ഞാനിപ്പോ എന്താണ് വേണ്ടത്? നിങ്ങള് പേപ്പറിൽ കണ്ടോ? അക്ഷയ തൃതീയന്റെ അന്ന് 5 പവന്റെ മാല വാങ്ങിയാൽ ഒരു സ്വർണ്ണ നാണയം ഫ്രീ. എനിക്കൊന്നും വാങ്ങിത്തരോ നിങ്ങള്? ഈ ഇത്ര എന്തായിപ്പോയല്ലോ. സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളിത്തോടിന്റെ കനയുണ്ടാവും. കള്ള സൈത്താന്മാരാണ്ട് പോലെ. പിന്നെ നിങ്ങള് കണ്ടിക്കണല്ലോ കോയിന് മിണ്ടാണ്ട് കുത്തിരിക്കുന്ന അവിടെ. അക്ഷയ തൃതീയാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഒരുപാട് കോയിയാക്കണ പരിപാടി അത്. പിന്നെ നിങ്ങള് മുന്തിയ ഒരാള്. സ്വർണം വാങ്ങാൻ അക്ഷയ തൃതീയ, ഫ്ലാറ്റ് വാങ്ങാൻ അഷ്ടപഞ്ചമി, പ്രേമിക്കാൻ വാലന്റൈൻസ് ഡേ. നിങ്ങക്ക് വാങ്ങാൻ പറ്റൂല, അത് പറഞ്ഞാ പോരെ. അന്നോടൊക്കെ വർത്താനം പറഞ്ഞാൽ തലക്ക് ഭ്രാന്താവും. ഞമ്മള് പോവാണ്. മാഡം മാഡം ആരാണ്ടാ അത് മേഡം മേഡം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്? മാഡം, ഞാൻ അൽ കുൽത്ത് ബിൽഡേഴ്സിൽ നിന്ന് വരുന്നു. ഈ വരുന്ന അഷ്ടപഞ്ചമി ദിനത്തിൽ ഒരു ഫ്ളാറ്റ് ബുക്ക് ചെയ്താൽ മറ്റൊരു ഫ്ളാറ്റ് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കും. ആണോ? എന്താ ചെയ്യാ? ഇവിടെ കായായിട്ടൊന്നുമില്ല മോനെ. ഉമ്മ ഒരു കാര്യം ചെയ്യാം. ഉപ്പൂപ്പ ഉമ്മയ്ക്ക് തന്ന ആ പട്ടിക്കാട്ട് കിടക്കുന്ന 25 സെന്റിന്റെ ആധാരല്ലേ, അത് വിറ്റിട്ട് ഞമ്മക്കൊരു ഫ്ലാറ്റ് വാങ്ങാം. അത് ശരിയാ. അനക്ക് ഞാൻ ആധാരം തന്ന ബാക്കിയൊക്കെ ഈ നോക്കിക്കോളൂല്ല. ഓ ഷ്യൂർ, തീർച്ചയായും മാഡം. മാഡം, ഡോക്യുമെന്റ്സ് തരൂ. ഞാൻ നാളെ ബാങ്കിൽ നാളെ കൂട്ടിയിട്ട് വരാം. ഇന്ന് തന്നെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ മാഡം. ഓക്കെ, ബൈ ബൈ. രാവിലെ തന്നെ ഒരു കോളൊത്തു. ഇനിയിപ്പോ ഇത് വെച്ചൊരു കളി കളിക്കാം. പാവം ബമ്പർന്നോര്. അങ്ങനെ ഞമ്മക്ക് ഒരു ഫ്ലാറ്റായി. ആ ഫ്രീ കിട്ടുന്ന ഫ്ലാറ്റ് എനിക്ക് വേണം ഉമ്മ. അതനക്ക് തന്നെ. ആ ഗുദാമ കിടക്കണ സ്ഥലം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. എന്താണ്ടി എന്റെ മോന്തൊക്കെ ഒരു തെളിച്ചോ? ഭസ്മൊക്കെ തീർന്നോ? നിങ്ങൾ അറിഞ്ഞാ ഞാനൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ഒരു ഭയം വന്നീനു. എന്റെ ഉപ്പാന്റെ ആ കുരുടിമുക്കിലെ സ്ഥലം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വാങ്ങാൻ പോക. എന്നിട്ട് ആധാരം ഞാനാ പഹേന് കൊടുത്ത് ഓൻ തന്ന എല്ലാ പേപ്പറിലും ഒപ്പിട്ട് കൊടുത്ത് ഒക്കെ ഞാൻ നോക്കിക്കോളൂ എന്നാ പറഞ്ഞേ. എടി, ഓന ഈ ആധാരം പണയം വെച്ച് ലോൺ എടുത്ത് പുതിയ ഫ്ലാറ്റ് വാങ്ങി. ഇന്റെ പതിനീങ്ങളെ മൂപ്പര് ഫ്ലാറ്റ് ആയല്ലോ എന്റെ പഠിത്തോനെ. അപ്പൊ ഇതായിരിക്കും ഫ്ലാറ്റ് വാങ്ങിയ ഫ്ലാറ്റ് ഫ്രീ എന്ന് പറയണത്.